നമസ്കാരം. ആശ്രവാസ്തുവിലേക്ക് സ്വാഗതം. മേടൻ രാശി അശ്വതി, ഭരണി, കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങൾ ചേർന്നതാണ് മേടൻ രാശി. 2026 ഓഗസ്റ്റ് മാസത്തിൽ മേടൻ രാശിയുടെ രാശിയാധിപനും അഷ്ടമാധിപനുമായ ചൊവ്വ മേടത്തിൻ്റെ 2, 3 ഭാവങ്ങളിലൂടെയും 6ാം ഭാവാധിപനായ ബുധൻ 3, 4 ഭാവങ്ങളിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. ഈ സമയത്ത് മാനസിക സമ്മർദ്ദം വർദ്ധിക്കാം. പല്ലുവേദന, വയറുവേദന, അണുബാധ എന്നിവയുണ്ടാകാൻ സാധ്യത കാണുന്നു. 5ാം ഭാവാധിപനായ സൂര്യൻ മേടൻ രാശിയുടെ 4, 5 ഭാവങ്ങളിലൂടെയാണ് ഓഗസ്റ്റ് മാസത്തിൽ സഞ്ചരിക്കുന്നത്. 5ാം ഭാവത്തിൽ ശിഹിയുടെ സ്ഥിതിയുമുണ്ട്. മാസത്തിൻ്റെ ആദ്യ പകുതിയായിരിക്കും വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഗുണപ്രദമാകുന്നത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ പരിഭ്രമം അകറ്റി ഏകാഗ്രത വർദ്ധിപ്പിച്ച് പഠനത്തിൽ ശ്രദ്ധിച്ചാൽ വലിയ നേട്ടങ്ങൾ ലഭിക്കും. ഗണിതം, ശാസ്ത്രം, സാങ്കേതിക വിഷയങ്ങൾ എന്നിവ പഠിക്കുന്നവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. ഇൻ്റർവ്യൂകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മാസത്തിൻ്റെ 2ാം പകുതി ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. 10ാം ഭാവാധിപനായ ശനി 12ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. വിജയം ലഭിക്കാൻ കഠിനാധ്വാനം ആവശ്യമാണ്. അധികാരികളെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കണം. സർക്കാർ ജോലി ചെയ്യുന്നവർ, ഭരണപരമായ ചുമതലകൾ ഏറ്റെടുത്തിരിക്കുന്നവർ, എഞ്ചിനീയറിംഗിൽ, മെക്കാനിക്കൽ, സിവിൽ, ഇലക്ട്രിക്കൽ മേഖലയിൽ വർക്ക് ചെയ്യുന്നവർ, സാങ്കേതിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ എന്നിവർക്ക് അനുകൂല ഫലങ്ങൾ ലഭിക്കും. 7ാം ഭാവാധിപനായ ശുക്രൻ ഓഗസ്റ്റ് 1 മുതൽ സെപ്റ്റംബർ 2 വരെ 6ാം ഭാവത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ബിസിനസ് രംഗത്ത് ശത്രുക്കളെ വർദ്ധിപ്പിക്കും. പക്ഷേ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്താൽ പരാജയം ഉണ്ടാവുകയില്ല. പുതിയ പങ്കാളികളെ കണ്ടെത്താൻ അവസരം ലഭിക്കും. പക്ഷേ കരാറുകൾ വ്യക്തമായി തയ്യാറാക്കണം. വലിയ നിക്ഷേപങ്ങൾ നടത്തുന്നതിന് മുൻപ് മുതിർന്നവരുമായി ചർച്ച ചെയ്യണം. വിപണനം, നെറ്റ്വർക്കിംഗ് എന്നിവയ്ക്ക് സമയം ചിലവഴിച്ചാൽ ഗുണം വർദ്ധിക്കും. വാഹന വ്യാപാരം, റിയൽ എസ്റ്റേറ്റ് എന്നിവ നടത്തുന്നവർക്ക് ഗുണകരമായ സമയമാണ്. പ്രണയബന്ധത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ പ്രശ്നങ്ങൾ സംസാരിച്ച് ബന്ധം ശക്തമാക്കാൻ ശ്രമിക്കുക. പുതിയ ബന്ധങ്ങൾ ഉണ്ടാകാം. ദാമ്പത്യത്തിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ നിമിത്തം തർക്കങ്ങൾ ഉണ്ടാകാം. ഒരുമിച്ച് തീരുമാനങ്ങൾ എടുത്ത് പ്രശ്നം പരിഹരിക്കുക. വിവാഹാലോചന നടത്തുന്നവർക്ക് മനസ്സിനിണങ്ങിയ പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ബുദ്ധിമുട്ടും. അതുകൊണ്ട് ക്ഷമയോടെ പ്രവർത്തിക്കുക. ശനിയുടെ ജൂലൈ 27 മുതലുള്ള വക്രാവസ്ഥ ശനിദോഷത്തിന് കുറവുണ്ടാക്കുമെങ്കിലും നിത്യവും ശാസ്താവിൻ്റെ കീർത്തനങ്ങൾ ജപിക്കുന്നത് ഗുണകരമായിരിക്കും. 4ാം ഭാവത്തിലെ വ്യാഴത്തിൻ്റെ ഉച്ചസ്ഥിതി നിങ്ങളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുകയും കർമ്മരംഗം പുഷ്ടിപ്പെടുത്തുകയും ഗുണകരമായ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും.